ദുബായിൽ സാമൂഹിക സേവനങ്ങളും ക്ഷേമ പദ്ധതികളും മെച്ചപ്പെടുത്താൻ പുതിയ നിയമം പ്രഖ്യാപിച്ചു. കുട്ടികൾക്കും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കും കൂടുതൽ പിന്തുണ ഉറപ്പാക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. സാമൂഹിക സംരക്ഷണവും സമൂഹ സേവനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ദുബായ് ഭരണാധികാരിയും UAE ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി സംബന്ധിച്ച പുതിയ നിയമം പുറത്തിറക്കി. കുട്ടികൾ, കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾ, മറ്റ് അർഹരായ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമവും ശാക്തീകരണവും ഉറപ്പാക്കുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ നിയമപ്രകാരം സാമൂഹിക നയങ്ങളുടെ രൂപവൽക്കരണം, സാമൂഹിക സ്ഥാപനങ്ങൾക്കും സാമൂഹിക മേഖലയിലെ വിദഗ്ധർക്കുമുള്ള ലൈസൻസിംഗ്, നിയന്ത്രണം എന്നിവയുടെ മേൽനോട്ട ചുമതല കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ലഭിക്കും. സാമൂഹിക സേവനങ്ങളുടെ ഏകോപനം, സഹായം ആവശ്യമുള്ളവർക്കുള്ള പരിചരണം, ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കൽ എന്നിവയും അതോറിറ്റിയുടെ ചുമതലകളിൽ ഉൾപ്പെടും. സമൂഹത്തിലെ മാറ്റങ്ങളും വെല്ലുവിളികളും പഠിക്കുന്നതിനായി സോഷ്യൽ ഒബ്സർവേറ്ററി സ്ഥാപിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഉയർന്നുവരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇടപെടലുകൾ നടത്തുന്നതിനും ഇത് സഹായകരമാകും. കൂടാതെ സാമൂഹിക പദ്ധതികൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്നതിനായി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തകാലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും സഹായ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കും. ദുബായിലെ സാമൂഹിക മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ഏകോപിതവുമാക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.